നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ഡിസിസി ജനറൽ സെക്രട്ടറി ഷൊർണൂർ വിജയൻ കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ ചേർന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആത്മാർത്ഥതയില്ലാത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് ഷൊർണൂർ വിജയൻ. ചളവറയിൽ കാഞ്ഞിരപ്പുഴ കനാൽ വെള്ളം എത്തിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വെള്ളം തുറന്നുവിടാമെന്ന ഉറപ്പ് ഉദ്യോഗസ്ഥർ ലംഘിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മണ്ണാർക്കാട് 740.17 ഗ്രാം ആശിഷ് ഓയിലുമായി കല്ലേക്കാട് സ്വദേശി ലിബിനെ പോലീസ് റിമാൻഡ് ചെയ്തു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് അറസ്റ്റ്. ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഹൈസക് വർഗീസിനെതിരെ വധഭീഷണി വന്ന ഫോൺ നമ്പർ സഹിതം പോലീസിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരം നടത്തുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിമ്മി ജോർജ്. പ്രസിദ്ധമായ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം സമാപിച്ചു. വൈകിട്ട് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും അനുബന്ധ പൂരങ്ങളുടെ സംഗമവും പൂരപ്രേമികൾക്ക് ഉത്സവ കാഴ്ചയായി. മലപ്പുറം ജില്ലയിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക. ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസർ. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ പാലക്കാട് ഡിസിസി ജനറൽ സെക്രട്ടറി ഷൊർണൂർ വിജയൻ കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ ചേർന്നു. പാലക്കാട് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് പാർട്ടിയിൽ ചേർന്നത്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ വിജയനെ ഷാളണിയിച്ച് സ്വീകരിച്ചു. കോൺഗ്രസിൽ നിന്നുള്ള അവഗണനയിലും നേതൃത്വത്തിന്റെ ആത്മാർത്ഥത ഇല്ലായ്മയിലും പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് ഷൊർണൂർ വിജയൻ പറഞ്ഞു. പാലക്കാട് കോൺഗ്രസിന് കനത്താഘാതമേൽപ്പിച്ചുകൊണ്ടാണ് ഡിസിസി ജനറൽ സെക്രട്ടറിയും ഷൊർണൂർ നഗരസഭാ കൗൺസിലറുമായ ഷൊർണൂർ വിജയൻ കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അടുത്ത കാലത്ത് പാർട്ടി നേതൃത്വവുമായി നിലനിന്നിരുന്ന പടലപ്പിണക്കങ്ങളാണ് ഷൊർണൂർ വിജയന്റെ നിലപാടുമാറ്റത്തിനു കാരണം. സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് പാർട്ടിയിൽ ചേർന്നത്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ വിജയനെ ഷാളണിയിച്ച് സ്വീകരിച്ചു. നേതാക്കളായ MR മുരളി, ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ജില്ലയിലെ സീനിയർ നേതാക്കളിൽ ഒരാളും ദീർഘകാലമായി ഷൊർണൂർ നഗരസഭാ കൗൺസിലറുമാണ് ഷൊർണൂർ വിജയൻ. VK ശ്രീകണ്ഠന്റെ അടുത്ത സുഹൃത്തുമായിരുന്നു. ഷൊർണൂർ നഗരസഭാ ഭരണത്തിനെതിരെ അടുത്തിടെ വരെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും കടുത്ത പ്രതിഷേധമുയർത്തി ഷൊർണൂർ വിജയൻ രംഗത്തു വന്നിരുന്നു. അതുകൊണ്ടുതന്നെ പൊടുന്നനെയുള്ള നിലപാടുമാറ്റം കോൺഗ്രസ് പ്രവർത്തകരിൽ അമ്പരപ്പുണ്ടാക്കി. കോൺഗ്രസ് രഹസ്യമായി വർഗീയതയ്ക്ക് പിന്നാലെ പോകുന്നു എന്ന് തോന്നിയതുകൊണ്ടാണ് പാർട്ടി വിടാൻ ആലോചിച്ചതെന്നും കോൺഗ്രസിൽ ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പാണെന്നും അനർഹർക്കാണ് പാർട്ടി പ്രമോഷൻ നൽകുന്നതെന്നും ഷൊർണൂർ വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ വളരെ ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം 42 കൊല്ലത്തോളം അതിൽ KSUയുടെ യൂത്ത് കോൺഗ്രസിലൂടെ വിവിധ ഭാരവാഹികളിലൂടെ വന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ശരിയെന്ന് വിശ്വസിച്ച പ്രസ്ഥാനം വഴിതെറ്റി സഞ്ചരിക്കുന്നു, അബദ്ധ സഞ്ചാരം എന്നുള്ള അർത്ഥം വരുന്ന അല്ലെങ്കിൽ വർഗീയതയ്ക്ക് പുറകെ രഹസ്യമായെങ്കിലും സഞ്ചരിക്കുന്നു എന്നൊരു കാഴ്ചപ്പാടിൽ നിന്നാണ് പ്രസ്ഥാനത്തോട് വിട പറയാനുള്ള തീരുമാനം കുറച്ച് കാലങ്ങളെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ചേർന്ന് ഇന്ന് ശരിക്കും മാനുഷിക മൂല്യത്തോടെ കാര്യങ്ങൾ കാണുകയും വർഗീയതയ്ക്കെതിരെ ഒരു ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന സത്യത്തിൽ CPM ആണ് എന്നുള്ള കുറച്ച് മാസങ്ങളിലെ ഒരു ദീർഘവിശ്വത്തിൻ്റെ ഒടുവിലാണ് ഞാൻ ഈ തീരുമാനം വിശദമായിട്ട് പ്രധാനപ്പെട്ട മറിയടക്കമുള്ള പ്രകാശനം നടക്കുന്ന നേതാക്കൾ അറിയിക്കുന്നത്, ഏരിയ സെക്രട്ടറി നേതാക്കൾ അറിയിക്കുന്നത്. അങ്ങനെ തീരുമാനം POT ജില്ലാ നേതൃത്വം ഞാൻ പഠിച്ചപ്പോൾ ആർക്കും ആരോടൊരു ആത്മാർത്ഥതയില്ലാത്ത ഒരു സമീപനമെന്ന് എപ്പോഴും എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ, ഞാൻ 82 മുതൽ സജീവ പ്രവർത്തനം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ 3 വട്ടം കസറിൻ്റെ കൂടെ നിൽക്കുന്നത് CPMൻ്റെ അവിടുത്തെ ഷൊർണൂരിൽ പ്രധാനപ്പെട്ട എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു CPMൻ്റെ ഒരു ശക്തി കേന്ദ്രത്തിലാണ് എന്നെ ജയിപ്പിക്കുന്നത്. അവിടെ CPMൻ്റെ വോട്ടുകൾ ആരും CPM വോട്ടൊന്നും മാറിയില്ല. പക്ഷേ ഞാൻ മത്സരിക്കുമ്പോൾ വിജയൻ എന്ന വ്യക്തിക്ക് വോട്ട് തരുന്നു. അതിൻ്റെ കാരണം എന്താണ്? വിജയൻ ഒരു സജീവ പ്രവർത്തനമാണ്, കാര്യങ്ങൾ എൻ്റെ കാര്യത്തിന് വെളുത്ത കിട്ടുന്നുള്ള ഈ ഒരു മാറ്റം. അങ്ങനെ ഉണ്ടെങ്കിലും ഇതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വിഷയമല്ല. കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ നിലപാടില്ലെന്നും ഇനിയും കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടിയിൽ ചേരുമെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഇതിനകം തന്നെ രാജ്യത്ത് വ്യക്തമായ ഒരു കാര്യമാണ്, കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ കോൺഗ്രസ്സിന് BJPയുടെ ബദലാവാൻ കഴിയില്ല എന്ന് മാത്രമല്ല BJPയോടൊപ്പം ചേർന്ന് നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ദൈനംദിനം BJPയിലേക്ക് നിരനിരയായി കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ മാറുന്നത്. അത് കേരളത്തിലും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിലുള്ള കോൺഗ്രസിൽ ഇനി ആത്മാഭിമാനമുള്ളവർ
രാജ്യത്തെ രക്ഷിക്കാനും രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാൻ ആത്മാഭിമാനത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഏതൊരു കോൺഗ്രസ്സുകാരനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നൂറുകണക്കിന് കോൺഗ്രസിൻ്റെ ഇത്തരം നേതൃത്വത്തിലുള്ള ആളുകൾ CPM-നോട് ചേർന്ന് നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ അറിയിക്കാൻ. ചളവറയിൽ കാഞ്ഞിരപ്പുഴ കനാൽ വെള്ളം എത്തിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതി ഓഫീസിൽ കുത്തിരിപ്പ് സമരം നടത്തി. വെള്ളം തുറന്നുവിടാമെന്ന ഉറപ്പ് ഉദ്യോഗസ്ഥർ ലംഘിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ചളവറയിലേക്ക് കാഞ്ഞിരപ്പുഴ കനാൽ വഴി വെള്ളം വിതരണം ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ് ലംഘിച്ചെന്നാരോപിച്ചാണ് ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബുവും ജനപ്രതിനിധികളും CPM പ്രവർത്തകരും കാഞ്ഞിരപ്പുഴ പദ്ധതിയുടെ ഒറ്റപ്പാലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ കുത്തിരിപ്പ് സമരം നടത്തിയത്. നേരത്തെ നിശ്ചയിച്ച പ്രകാരം ബുധനാഴ്ച മുതലാണ് ചളവറയിലേക്ക് വെള്ളം നൽകാൻ തീരുമാനിച്ചത്. ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചത്. നേരത്തെ നിശ്ചയിച്ച തീരുമാനം നടപ്പാക്കുമെന്ന് രേഖാമൂലം അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് 2 മണിക്കൂർ നീണ്ട സമരം അവസാനിപ്പിച്ചത്. ചളവറയിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ ബുധനാഴ്ച മുതൽ തന്നെ ആരംഭിക്കണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ PK അനിൽകുമാർ, UP രാധിക, P സുനന്ദ, പഞ്ചായത്ത് അംഗങ്ങളായ K പ്രീത, K ഉമാറാണി, K രാധിക, P വിശ്വനാഥൻ, K ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ N മനോജ്, മുഹമ്മദ് ജാബിർ, CPM ചളവറ ലോക്കൽ സെക്രട്ടറി PK ജയപ്രകാശ്, കൈലിയാട് ലോക്കൽ സെക്രട്ടറി K ഉണ്ണിയൻകുട്ടി, ഏരിയ കമ്മിറ്റി അംഗം MP ബാലൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. വെള്ളം എത്തിക്കുന്നതിന് വേണ്ട നിർദ്ദേശം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 27/3/2024 മുതൽ ചളവറ ഭാഗത്തേക്കുള്ള ജലവിതരണത്തിന് വേണ്ട എല്ലാ നടപടികളും ഈ കാര്യാലയത്തിൽ നിന്നും സ്വീകരിക്കുന്നതാണ് എന്നറിയിക്കുന്നു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് വേണ്ടി പ്രിയ. മണ്ണാർക്കാട് വട്ടമ്പലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ 740.17 ഗ്രാം ആശിഷ് ഓയിലുമായി കല്ലേക്കാട് സ്വദേശിയെ റിമാൻഡ് ചെയ്തു. പാലക്കാട് കല്ലേക്കാട് കിഴക്കഞ്ചേരി തോട്ടത്തിൽ വീട്ടിൽ ലിബിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് DYSP TS സിനോജിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. വട്ടമ്പലത്തുള്ള നെസ്റ്റ് റെസിഡൻസി എന്ന സ്ഥാപനത്തിലാണ് പരിശോധന നടത്തിയത്. SI ഋഷിപ്രസാദ്, ASI ശാന്തകുമാരി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ അനിത, കൃഷ്ണകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഐസക് വർഗീസിന് വധഭീഷണി വന്ന ഫോൺ നമ്പർ സഹിതം പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിമ്മി ജോർജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവരാവകാശ നിയമത്തിലൂടെയും പൊതുതാൽപര്യ ഹർജികളിലൂടെയും നിരവധി അഴിമതികളും സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിരവധി ക്രമക്കേടുകളും ഐസക് വർഗീസ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥ മാഫിയ സംഘങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഐസക് വർഗീസിനെതിരെയുള്ള വധഭീഷണിക്ക് പിന്നിലുള്ളത്. ട്രൂ കോളറിൽ വന്ന പേര് സഹിതം കൊഴിഞ്ഞാമ്പാറ പോലീസിലും SP-ക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരം നടത്തുമെന്നും ജിമ്മി ജോർജ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ദേവറോയ്, ജില്ലാ സെക്രട്ടറി M സുരേഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് രമേശ് കൃഷ്ണ എന്നിവർ പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ എതിരുള്ള ഓപ്പോസിറ്റുള്ള ആളുടെ അടുത്ത് ഞങ്ങൾ കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് അവിടെ വന്ന് അന്വേഷിക്കുകയും അദ്ദേഹത്തെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും അവരെ വാളയാറിലേക്ക് വിളിച്ചു വരുത്തി ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഷാഡോ പോലീസാണെന്ന് പറഞ്ഞുകൊണ്ട് വിവരങ്ങൾ തിരക്കുകയും ചെയ്തു. ആ കാര്യങ്ങളൊക്കെ കാണിച്ച് അവർ മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ കൊഴിഞ്ഞാമ്പാറ പോലീസ് ആ വിഷയം ആയിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ സംഘടന കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാലക്കാട് SP-ക്ക് ഒരു പരാതി കൊടുക്കുകയും അതിൽ നടപടി ഇതുവരെ എടുത്തു കണ്ടിട്ടില്ല.
ഞങ്ങളുടെ ആവശ്യം, അവർ പറഞ്ഞൊരു വാക്ക്, ഇദ്ദേഹത്തെ കൊല്ലുമെന്നും ബോംബെറിയുമെന്നും പുതപ്പിച്ച് കടത്തിക്കളയുമെന്നൊക്കെയാണ്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. ഞങ്ങളുടെ ആവശ്യം FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇതിനെതിരെ പെട്ടെന്ന് ഒരു അന്വേഷണം നടത്താം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വധഭീഷണി ഫോണിലൂടെ പലരും വിളിച്ചിട്ട് നിങ്ങളെ കൊല്ലുമെന്നും ഉള്ള രീതിയിൽ സംസാരിക്കും. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകരെ വല്ലാണ്ട് അസഭ്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കെതിരെ അവർ തിരികുകയുണ്ടായി. ഞങ്ങളുടെ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും അവർ വ്യക്തമായിട്ടൊരു അന്വേഷണം നടത്തുന്നില്ല. അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം. മലപ്പുറം ജില്ലയിൽ ഡെങ്കിപ്പനി നിയന്ത്രിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ ദൃശ്യമാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ. മലപ്പുറം ജില്ലയിൽ കൂടുതൽ ഡെങ്കിപ്പനി കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ കഴിഞ്ഞ ദിവസം ജില്ലാ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. ജനുവരി മുതൽ ഇതുവരെ ജില്ലയിൽ 469 ഡെങ്കിപ്പനി കേസുകൾ സ്ഥിരീകരിച്ചു. സംശയാസ്പദമായ 581 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക പറഞ്ഞു. ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഡെങ്കിപ്പനി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ജില്ലയിലും കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ വേനൽക്കാലത്ത് വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഒരു പ്രവണതയുണ്ട്. കാരണം വെള്ളം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇതിൽ ഇങ്ങനെ വെള്ളം ശേഖരിച്ച് വെക്കുന്ന പാത്രങ്ങളിൽ കൊതുക് പെരുകുന്ന ഒരു ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ഇത് കണ്ടേക്കുന്നത് നമ്മുടെ വീടുകളുടെ അകത്ത് ഇൻറ്റീരിയർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇൻറ്റീരിയർ പ്ലാന്റ്സിൻ്റെ ഇരിക്കുന്ന വെള്ളത്തിലും അതേപോലെ ഫ്രിഡ്ജിൻ്റെ താഴെയുള്ളതിൽ എയർ കൂളറിൻ്റെ അകത്ത് ഇവിടെയൊക്കെയാണ് ഇപ്പോൾ കൊതുകിൻ്റെ ബ്രീഡിങ് കൂടുതലായിട്ട് കാണുന്നത്. ഇനിയുള്ള ഒരു സാഹചര്യം, കാരണം മഴക്കാലത്ത് ഉണ്ടാകുന്ന പോലെ തന്നെ ഈ സമയത്തും ഡെങ്കിയുടെ കേസുകൾ കൂടുക എന്ന് പറഞ്ഞാൽ ഇനി ഒരു വേനൽ മഴ ഉണ്ടായാലും നമുക്ക് കേസുകൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡെങ്കി 4 ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ടൈപ്പ് ഡെങ്കി പിടിച്ചിട്ടുള്ള ഒരു അഫക്റ്റ് ചെയ്ത ഒരാൾക്ക് രണ്ടാമത് വേറൊരു ടൈപ്പ് ഡെങ്കിയുടെ അണുക്കൾ കയറിയിട്ടുണ്ടെങ്കിൽ അത് അസുഖം ഗുരുതരമാകാനും മരണത്തിലേക്ക് പോലും എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇനി ഈ ഒരു വേനൽ മഴയത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ ഇതും നമ്മുടെ ഉറവിടങ്ങളും നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ജില്ലാ ആശുപത്രികൾ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക പറഞ്ഞു. പ്രതിരോധ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം കൊതുകിൻ്റെ സോഴ്സുകൾ, ഉറവിടങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഓരോ സ്കൂളുകളിലും നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചകളിൽ എല്ലാ സ്ഥാപനങ്ങളും വീടുകളിൽ ഞായറാഴ്ചയും സോഴ്സ് റിഡക്ഷൻ ചെയ്യുക. പിന്നെ പനിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ നടത്താതെ എത്രയും പെട്ടെന്ന് ആരോഗ്യ പ്രവർത്തകരെ കാണുക. പനിയുണ്ടെങ്കിൽ തീർച്ചയായും റെസ്റ്റ് എടുക്കുക. കൃത്യമായ മരുന്ന്, സിംറ്റമാറ്റിക്കായ ട്രീറ്റ്മെൻറ്റാണ് അത് ലഭ്യമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ കൊതുകുകളുടെ സാന്ദ്രത കൂടുതൽ അല്ലെങ്കിൽ വെക്ടർ ഇൻഡെക്സ് കൂടുതൽ എവിടെയാണെന്നുള്ളത് നോക്കാനും അവിടേക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് നമുക്ക് മേലാറ്റൂർ, വണ്ടൂർ, എടവണ്ണ പോലെയുള്ള മലയോര മേഖലയിലായിരുന്നു കേസുകൾ. ഇപ്പോഴും അവിടെ കേസുകളുണ്ട്. പക്ഷേ എന്നാൽ നമുക്ക് മുനിസിപ്പാലിറ്റി ഏരിയകളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാലിന്യ നിർമ്മാർജ്ജനവും ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിനു വേണ്ടി എല്ലാ LSTയിലേക്കും നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടിയുള്ള സഹകരണങ്ങൾ. കാരണം ആരോഗ്യ പ്രവർത്തകർ മാത്രമോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മാത്രമോ ചെയ്താൽ തീരുന്നതല്ല ഇത്. അതുകൊണ്ട് ഓരോ വ്യക്തിക്കും, ഓരോ കുടുംബത്തിനും, ഓരോ ആളുകൾക്കും ഇതിൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ശുദ്ധജലത്തിൽ വളരുന്ന ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. പകൽ സമയത്താണ് ഇവ മനുഷ്യരെ കൂടുതലായി കടിക്കുന്നത്. ഡെങ്കിപ്പനി വന്ന് ഭേദമായ വ്യക്തിക്ക് മറ്റൊരു ഇനം ഡെങ്കി വൈറസ് കാരണം ഡെങ്കിപ്പനി വീണ്ടും ബാധിച്ചാൽ രോഗം ഗുരുതരമായി രക്തസ്രാവം ഉണ്ടാകുകയും മരണത്തിനു വരെ കാരണമാകുകയും ചെയ്യും. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്നും
വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥ ഉണ്ടാവരുതെന്നും ജില്ലാ ആരോഗ്യ വിഭാഗം അറിയിച്ചു. ലൈസൻസ് ടെസ്റ്റിന് സ്ലോട്ട് ലഭിച്ചിട്ടും ടെസ്റ്റ് നടത്താൻ കഴിയാതെ വലയുകയാണ് മണ്ണാർക്കാട് റീജിയണൽ RTO ഓഫീസ് പരിധിയിലെ 100 കണക്കിന് പേർ. മണ്ണാർക്കാട് ഓഫീസിൽ ഒരു MVAയുടെ കുറവാണ് ഈ പ്രതിസന്ധിക്കു കാരണം. ഫെബ്രുവരി 15 മുതലാണ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് മണ്ണാർക്കാട്ടുകാർക്ക് പേടി സ്വപ്നമായി തുടങ്ങിയത്. ഓൺലൈൻ വഴി അപേക്ഷിക്കുന്ന 106 പേർക്കാണ് മണ്ണാർക്കാട് RTO ഓഫീസ് പരിധിയിൽ ഒരു ദിവസം സ്ലോട്ട് ലഭിക്കുന്നത്. ഇവരിൽ നിന്ന് 60 പേരുടെ ടെസ്റ്റാണ് നടത്തുന്നത്. ഇത്തരത്തിൽ ഓരോ ദിവസവും ബാക്കി വരുന്ന 46 പേരുടെ ടെസ്റ്റ് എന്ന് നടക്കുമെന്ന് പോലും നിശ്ചയമില്ല. 6 മാസത്തിനുള്ളിൽ ടെസ്റ്റ് നടന്നില്ലെങ്കിൽ ലേണിംഗ് പരീക്ഷയുടെ കാലാവധി തീരും. വീണ്ടും ലേണിംഗ് പരീക്ഷ എഴുതി ആദ്യം അപേക്ഷ നൽകണം. വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലും ജോലി ആവശ്യങ്ങൾക്കായാണ് പലരും ലൈസൻസ് എടുക്കുന്നത്. ടെസ്റ്റ് കഴിഞ്ഞ് ജോലിസ്ഥലത്തേക്ക് മടങ്ങിപ്പോകാൻ കാത്തുനിൽക്കുന്നവരാണ് ഇതുമൂലം വലിയ പ്രയാസം അനുഭവിക്കുന്നത്. മണ്ണാർക്കാട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ 2 MVAമാരുടെ തസ്തികയിൽ ഒരാളാണ് ഉള്ളത്. ഇതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. 60 പേരുടെ ടെസ്റ്റാണ് ഒരു MVAയ്ക്ക് ഒരു ദിവസം നടത്താൻ കഴിയുക. 2 MVAമാരുടെ തസ്തികയുള്ളതിനാൽ ഇരട്ടി പേർക്കാണ് സ്ലോട്ട് ലഭിക്കുന്നത്. അടിയന്തരമായി ഒഴിവുള്ള തസ്തികയിൽ MVAമാരെ നിയമിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണം. ജില്ലാ ഓഫീസിൽ നിന്നോ എൻഫോഴ്സ്മെന്റിൽ നിന്നോ ഒരു MVAയെ താൽക്കാലികമായി നിയമിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാനാവും. ഇതിനൊന്നും ചെയ്യാതെ ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ് അധികൃതർ. ഇടവേള. വാർത്തകൾ തുടരുന്നു. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം 11ാം പൂരം ആഘോഷിച്ചതോടെ സമാപിച്ചു. രാവിലെ നടന്ന കാഴ്ച ശീവേലി ഭക്തിസാന്ദ്രമായി. വൈകിട്ട് ക്ഷേത്രങ്ങളിലേക്ക് എഴുന്നള്ളിപ്പും അനുബന്ധ പൂരങ്ങളുടെ സംഗമവും പൂരപ്രേമികൾക്ക് ഉത്സവ കാഴ്ചയായി. 11 ദിനരാത്രങ്ങൾ ഉത്സവ കാഴ്ച പകർന്ന അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം 11ാം പൂരാഘോഷത്തോടെ സമാപിച്ചു. രാവിലെ പഞ്ചവാദ്യത്തോടെയുള്ള കാഴ്ച ശീവേലി ഭക്തിസാന്ദ്രമായി. ആയിരക്കണക്കിന് ഭക്തർ 11ാം പൂരത്തിന് പങ്കുകൊള്ളാൻ തിരുമാന്താംകുന്നിലെത്തി. വൈകിട്ട് അനുബന്ധ പൂരങ്ങൾ എഴുന്നള്ളിച്ചു. കീഴേടം വേട്ടക്കാരൻകാവിൽ നിന്നും റാവറണ്ണ ശിവക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെ മുതുവറ ക്ഷേത്രത്തിലേക്ക് പൂരം എഴുന്നള്ളിച്ചു. 10 ദേശങ്ങളിൽ നിന്നും നാടൻ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വന്ന അനുബന്ധ പൂരങ്ങളുടെ സംഗമവും ഉത്സവ കാഴ്ചയായി. പൂരം എഴുന്നള്ളിപ്പുകൾ മുതുവറ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും തളിക്ഷേത്രത്തിലേക്കും അവിടെ നിന്ന് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലേക്കും എഴുന്നള്ളിച്ചു. അനുബന്ധ പൂരത്തിലും എഴുന്നള്ളിപ്പിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. രാത്രി ഡബിൾ തായമ്പകയ്ക്കും പഞ്ചമദ്ദളക്കേളിക്കും ശേഷം പൂരം കൊട്ടിയിറക്കി. തുടർന്ന് അവസാനത്തെയും 21ാമത്തെയും ആറാട്ടിന് പൂരം എഴുന്നള്ളിച്ചു.
ഷിബിനെ കാപ്പ നിയമപ്രകാരം തടങ്കലിലാക്കി. മണാർക്കാട് എലുമ്പലാശ്ശേരി കരിയോട് കൈച്ചിറ വീട്ടിൽ കെ ഷിബിനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജയിലിലാക്കിയത്. 2023-24 കാലയളവിൽ നിരോധിത ലഹരിമരുന്നായ MDMA സ്ഥിരമായി കൈവശം വെച്ച് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ പ്രതിയാണ് കെ ഷിബിൻ. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്, മലമ്പുഴ, വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും അഗളി എക്സൈസ് റേഞ്ച് ഓഫീസിലെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷിബിൻ. ജില്ലാ പോലീസ് മേധാവി R. ആനന്ദിന്റെ ശുപാർശയിൽ കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് അറസ്റ്റ്. മണാർക്കാട് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ വിയ്യൂർ ജയിലിലെ കാപ്പ കരുതൽ തടങ്കിലേക്ക് മാറ്റി. അമ്പലപ്പാറ ചുനങ്ങാട് മലപ്പുറത്ത് കുടിവെള്ളം എത്താതെ ബുദ്ധിമുട്ടിലായ കുടുംബത്തിന് 40 ദിവസത്തിനു ശേഷം വെള്ളമെത്തി. റിട്ടയർഡ് KCB ഉദ്യോഗസ്ഥനായ സജു മാത്യുവിന്റെ വീട്ടിലാണ് വെള്ളം എത്തിയത്. അമ്പലപ്പാറ ഒറ്റപ്പാലം പ്രധാന പാതയരികിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലെ തകരാർ പരിഹരിച്ചതോടെയാണ് വെള്ളം എത്തിയത്. ചുനങ്ങാട് മലപ്പുറം കോഴിക്കോട്ട് വീട്ടിൽ സജു മാത്യുവിന്റെ വീട്ടിലാണ് വെള്ളം എത്തി തുടങ്ങിയത്. കുടിവെള്ളം മുടങ്ങിയ സംഭവം മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പൈപ്പ് പൊട്ടിയത് കാരണമായിരുന്നു കുടുംബത്തിന് വെള്ളം എത്താതിരുന്നത്. വീട്ടിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി സജു മുട്ടാത്ത വാതിലുകൾ ഉണ്ടായിരുന്നില്ല. ചുനങ്ങാട് മലപ്പുറം വില്ലേജ് ഓഫീസിന് സമീപമാണ് പൈപ്പ് പൊട്ടി വലിയ രീതിയിൽ വെള്ളം പാഴായിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 12 മുതലാണ് സജുവിന്റെ കുടുംബം വെള്ളം കിട്ടാതെ ദുരിതത്തിലായിരുന്നത്. സിവിൽ സർവീസിലേക്ക് കുട്ടികളെ ആകർഷിക്കാനും IAS സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് പ്രചോദനം നൽകാനും നജീബ് കാന്തപുരം MLA നേതൃത്വം നൽകുന്ന ക്രിയയ്ക്ക് പുതിയ പദ്ധതി. പെരിന്തൽമണ്ണയിലെ ഹൈദരലി ശിഹാബ് തങ്ങൾ IAS അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ടാലന്റ് എക്സാം നടത്തുമെന്നും 100 കുട്ടികളെ സ്കോളർഷിപ്പിനായി തിരഞ്ഞെടുക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. സിവിൽ സർവീസിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമി അവസരം ഒരുക്കും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്നവർക്ക് 3 വിഭാഗങ്ങളായി പ്രവേശന പരീക്ഷ നടത്തും. മികച്ച മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരിശീലനത്തിന് സ്കോളർഷിപ്പുകളും ആകർഷണീയമായ സമ്മാനങ്ങളും നൽകും. നജീബ് കാന്തപുരം MLA പദ്ധതി വിശദീകരിച്ചു. നമുക്കിവിടെ ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ നടത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ ഒരു 1000കണക്കിന് കുട്ടികളിലേക്ക് ഇതിൻ്റെ ഒരു സൗകര്യം എത്തിക്കണം എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പരീക്ഷ കേരളത്തിലെ 14 കേന്ദ്രങ്ങളിലും 14 ജില്ലകളിലും 100ഓളം കേന്ദ്രങ്ങളിൽ പ്രധാന നഗരങ്ങളിലെല്ലാം സെൻറ്ററുകളിൽ വെക്കുകയാണ്. ഈ സെൻറ്ററുകളിൽ 3 കാറ്റഗറിയായി ആളുകൾക്ക് പരീക്ഷയ്ക്ക് കുട്ടികളെ ഇരുത്തും. ഹൈസ്കൂൾ ഒരു കാറ്റഗറി ആയിരിക്കും, ഹയർ സെക്കൻഡറി മറ്റൊരു കാറ്റഗറി ആയിരിക്കും, UG വേറൊരു കാറ്റഗറി ആയിരിക്കും. അങ്ങനെ പരീക്ഷ എഴുതുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ ഒരു പുതിയ കാൽവെപ്പായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. IAS ജൂനിയർ ഫൗണ്ടേഷൻ പ്ലസ് കോഴ്സുകൾ ജൂലൈ 1 ആരംഭിക്കും. പെരിന്തൽമണ്ണ ക്രിയ സിവിൽ സർവീസ് അക്കാദമി നിലവിൽ IAS ജൂനിയർ കോഴ്സുകളും നടത്തി വരുന്നുണ്ട്. ഈ വർഷം ജൂലൈ 1 മുതൽ എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ സംവിധാനത്തിലൂടെ ഈ കോഴ്സിന് ചേരാനാവും. കേരളത്തിനു പുറമെ ഗൾഫ് രാജ്യങ്ങളിലെ കുട്ടികൾക്കും അവസരമൊരുക്കുമെന്ന് നജീബ് കാന്തപുരം MLA അറിയിച്ചു. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളെ പഠനത്തിൽ നിരന്തരം സഹായിക്കാൻ മെന്റർമാരെയും അധ്യാപകരെയും ചുമതലപ്പെടുത്തും. ആഴ്ചയിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്ലാസുകൾക്കും ടെസ്റ്റുകൾക്കും മെന്റർമാർ മേൽനോട്ടം വഹിക്കും. 100 കുട്ടികൾക്ക് ഒരു മെന്റർ എന്ന നിലയിലാണ് നിയമിക്കുക. നിലവിലുള്ള സിവിൽ സർവീസ് സിലബസിന് പുറമെ ബേസിക് മാത്സും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ക്രിയേറ്റീവ് ഡെവലപ്മെൻറ്റും കോഴ്സിൻ്റെ ഭാഗമായി നൽകും. കുട്ടികളുടെ പഠന നിലവാരത്തിനനുസരിച്ചുള്ള സിലബസാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളെക്കുറിച്ച് പൊതുവായ ധാരണ കുട്ടിയിൽ വളർത്തുക എന്നത് സിലബസിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. പരീക്ഷയിൽ 1ാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥിക്ക് ഐഫോണും 2ാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥിക്ക് ഐപാഡ്, 3ാം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥിക്ക് iWatchും സമ്മാനമായി നൽകും. ചെറുപ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് രംഗത്തേക്കുള്ള വഴിയൊരുക്കുകയും സിവിൽ സർവീസ് പരിശീലനം കൂടുതൽ ജനകീയമാക്കുകയുമാണ് പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. സിവിൽ സർവീസുകാരനാവുകയാണ് ജീവിത ലക്ഷ്യമെന്ന് അധ്യാപകനോട് പറഞ്ഞ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായ കോട്ടപ്പുറം ഹെലൻ കെല്ലർ അന്ധവിദ്യാലയത്തിലെ വിദ്യാർത്ഥി മുഹമ്മദ് സിനാനെ ജൂനിയർ IAS കോഴ്സിന്റെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുത്തതായും MLA അറിയിച്ചു. സിനാൻ്റെ ഒരു പ്രത്യേകത ഹെലൻ കെല്ലർ സ്കൂളിൽ, കോട്ടപ്പുറം കരിമ്പുഴയിലെ ഹെലൻ കെല്ലർ സ്കൂളിലാണ് സിനാൻ പഠിക്കുന്നത്. 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. സിനാൻ്റെ വീഡിയോയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് സിനാൻ പറഞ്ഞ ഒരു കാര്യമാണ്.
സിനാന് ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹം കളക്ടർ ആവണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മാഷ് ചോദിക്കുന്നുണ്ട്, അത്ര മേലോട്ട് പിടിക്കണോ, കുറച്ചുകൂടി താഴെ പിടിച്ചാൽ പോരുന്നില്ലേ സിനാനെ? ആ, അപ്പോൾ സിനാൻ പറഞ്ഞു ഒരിക്കലും അല്ല, എനിക്കതായേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അതിനൊരു സ്റ്റോറി കൂടി സിനാൻ പറയുന്നുണ്ട്. സിനാൻ്റെ അമ്മാവൻ സിനാനെ പോലെ തന്നെ ബ്ലൈൻഡായൊരു കുട്ടിയായിരുന്നു. പക്ഷേ അവൻ പ്രിലിംസിൽ വളരെ ചെറിയ മാർക്കിന് അവന് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് തീർച്ചയായിട്ടും സിനാനിലൂടെ തിരിച്ചു പിടിക്കണം എന്ന വാശിയാണ് 6ാം ക്ലാസ്സുകാരനായിട്ടുള്ള സിനാനുള്ളത്. സിനാൻ്റെ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് നൽകിയൊരു വലിയ ഇൻസ്പിറേഷൻ സിവിൽ സർവീസ് അക്കാഡമി എന്ന നിലയിൽ നമ്മൾ നേടിയിട്ടുള്ള വലിയ യാത്രയുടെ ഊർജവും പേറിയിട്ട് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് കേരളമാകെ സിനാനെ പോലെ നിരവധി വിദ്യാർത്ഥികൾ അവരുടെ മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന IAS സ്വപ്നത്തിന് ക്യാച്ച് ദം യങ് എന്ന നിലയിൽ വളരെ കുട്ടികളായിരിക്കെ തന്നെ ആ പരിശീലനത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവന്ന് അവരെ തീർച്ചയായിട്ടും അവർ വിചാരിക്കുന്നൊരു സ്വപ്നത്തിലേക്ക് എത്തിക്കുക എന്നത് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അക്കാഡമി ഫോർ സിവിൽ സർവീസസ് ക്രിയ പ്രൊജക്റ്റും അത് ഏറ്റെടുത്ത് അത് സഫലമാക്കാൻ ആഗ്രഹിക്കുകയാണ്. IAS അക്കാദമി സെക്രട്ടറി ഡോക്ടർ P. ഉണ്ണീൻ, CEO നീരജ് നെച്ചിക്കേത, ജനറൽ മാനേജർ ഷിഹാബ് കോക്കൂർ, അക്കാദമിക് കോർഡിനേറ്റർ ഇർഷാദ് അലി, അക്കാദമി മാനേജർ മുഹമ്മദ് റോഷൻ, ക്രിയ ജൂനിയർ IAS ബ്രാൻഡ് അംബാസിഡർ മുഹമ്മദ് സിനാൻ, അക്കാദമി ഫാക്കൽറ്റി ഫൈസീർ PP, പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് ബാസിൽ OP എന്നിവർ പങ്കെടുത്തു. Program there, junior IAS. Now thing is that when you say junior IAS, now when you talk about other type of competitive exams, we are training the student from the school level. Now there is a big gap. There are students, I feel that young minds, when we take young minds, they can be nurtured for different type of life skill. Our country requires people from different walks of life. And when we talk about kind of a career, civil service is the best career which is considered to be not only in our country but even the worldwide. And child like Sinan, who has a dream to become a civil servant, to lead the society to a new way. Now such kind of children who want to be going into civil service field, but today there is no such opportunity to change the society, at the same time bring the people and such young mind who are desirous to become future bureaucrat of the country to get that opportunity. And this program is not only the syllabus point of view. We are trying to build life skill, knowledge, personality development, which a child in the later part of life would be prepared for anything in their life. LDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലത്ത് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുവതയുടെ ചോദ്യം ഇന്ത്യയുടെ ഉത്തരം എന്ന പേരിലാണ് സംവാദം സംഘടിപ്പിച്ചത്. മുഖാമുഖം പരിപാടിയുടെ ഉദ്ഘാടനം പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടികളൊക്കെ കെട്ടുകഥകൾ നിറപ്പിടിപ്പിച്ച സംഭവം നമ്മുടെ കേരളീയർ അതിഭാഗ്യവന്മാരാണ്. എല്ലാ നിയമങ്ങളുടെയും പ്രസരണം നടന്നൊരു നാടാണ്. ഈ സമകാലത്തിന്റെ എല്ലാ പരിമിതികളെയും ഏറ്റവും കൂടുതൽ അതിജീവിച്ച ഒരു സമൂഹമാണ്. ശരിക്കും നമ്മൾ വലിയ അഭിമാനബോധത്തോടു കൂടിയാണ് ഇവിടെ ജീവിക്കേണ്ടത്. ഇന്ത്യയിൽ മലയാളികൾ എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം മലയാളിയുടെ കരുത്ത് ആർജിക്കാൻ മറ്റേതൊരു ഇന്ത്യൻ സമൂഹത്തിന് ഇതൊരു ശേഷം ആ ഇന്ത്യയിലാണ് ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മുടെ കുറെ മൂല്യങ്ങളുടെ നിരാകരണ സാധ്യതകളുടെ നിറവിലാണ് നടക്കുന്നത്. മന്ത്രി MP രാജേഷ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം M. ഹംസ, KM. വിശ്വദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ലക്കിടി പോളി ഗാർഡൻ, ഒറ്റപ്പാലം LSN കോൺവെന്റ് തുടങ്ങിയ സ്ഥലങ്ങളിലും സന്ദർശിച്ചു. കടമ്പഴിപ്പുറം പുലാപ്പറ്റ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി പനവൂർ കുട്ടൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രം മേൽശാന്തി വില്വാദ്രി മഠം KN മണികണ്ഠൻ ഹോമത്തിന് നേതൃത്വം നൽകി.
ക്ഷേത്രത്തിൽ നടക്കുന്ന പരിഹാരക്രിയയുടെ ഭാഗമായാണ് ചടങ്ങുകൾ നടക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പാലക്കാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിലെ പ്രചരണ പരിപാടി തച്ചനാട്ടുകര പഞ്ചായത്തിലെ കൊടക്കാട് നിന്ന് തുടങ്ങി ലക്കിടിയിൽ സമാപിച്ചു. UDF ജില്ലാ കൺവീനർ P. ബാലഗോപാൽ, KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം P. A. തങ്ങൾ, ഡോക്ടർ P. സരിൻ, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ P. A. ഷൗക്കത്ത്, കൺവീനർ P. ഗിരീഷ്, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, UDF പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പാലക്കാട് ജനനായകൻ VK ശ്രീകണ്ഠൻ ഇതാ നിങ്ങളെ നേരിൽ കണ്ട വോട്ടഭ്യർത്ഥിക്കുന്നതിനായി റോഷയായി വാഹനത്തിന് തൊട്ട് പിറകിലായി കൊണ്ട് കണ്ടു വരുന്നത്. ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചാലും പ്രിയമുള്ളവരെ ജാതിയുടെയും ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി TB യൂണിറ്റും അൽഷിഫ കോളേജ് ഓഫ് ഫാർമസിയും സംയുക്തമായി ക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി സൗജന്യ കൗൺസിലിംഗും പരിശോധനയും ഉണ്ടായി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നടന്ന ക്ഷയരോഗ ദിനാചരണ പരിപാടി ജില്ലാ ആശുപത്രി RMO ഡോക്ടർ അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ദിലീപ് അധ്യക്ഷത വഹിച്ചു. ENT വിദഗ്ധൻ ഡോക്ടർ രാജു, ലേ സെക്രട്ടറി അബ്ദുൾ റഷീദ്, നഴ്സിംഗ് സൂപ്രണ്ട് അജിത, ഫാർമസി സ്റ്റോർ കീപ്പർ ബിജു, സ്റ്റാഫ് കൗൺസിൽ ട്രഷറർ ഷാഫി, PRO ശാന്തിനി, STLSP സുജ, ഡോക്ടർ ലിനു മോഹൻ, ഡോക്ടർ ഷിനു C എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ സ്കിറ്റ് അവതരിപ്പിച്ചു. ടെസ്റ്റ് നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ക്ഷയരോഗം പ്രധാനമായിട്ടും ശ്വാസകോശങ്ങളാണ് ബാധിക്കുന്നത്. വേറെ അവയവത്തെയും ബാധിക്കുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ട് ലക്ഷണം കാണിക്കുന്നത് ഇടതടവില്ലാതെ ചുമയ്ക്കുക ഒരാളായിരിക്കാം. അതുകൊണ്ട് വിചാരിക്കും ഡോക്ടറെ കാണണ്ടാവും വിചാരിക്കും. പക്ഷെ ഇതുപോലെ ശരിയായ രോഗകാരണം അറിയാതെ നമ്മൾ ഇതുപോലെ ഒരു മരുന്നുമായി കഴിക്കുമ്പോൾ ആ രോഗം തിരിച്ചറിയാതെ പോവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ തിരിച്ചറിയാതെ പോകുമ്പോൾ ക്രമേണ ആ രോഗം വർദ്ധിച്ച് മരണം വരെ നയിക്കും. സോ നമ്മള് ഇവിടെ ഇയാൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അയാള് ഡോക്ടറെ കാണിക്കാൻ മടിച്ച് കുറെ ദിവസം ചുമയും കൊണ്ട് നടക്കുകയാണ്. അവസാനം അയാള് തീരുമാനിക്കുന്നത് ഫാർമസിയിലോട്ട് പോകാനാണ്, ഡോക്ടറെ കാണാനല്ല. ഫാർമസിയിലോട്ട് പോയിട്ട് ഒരു ചുമക്കുള്ള ഒരു മരുന്ന് കഫ് സിറപ്പാണ് ആള് വാങ്ങുന്നത്. സോ TB ക്ഷയം ഏകദേശം 6 മാസത്തോളം ചികിത്സ വേണ്ടി വരുന്ന TB പോസ്റ്റർ പ്രദർശനവും ക്ഷയരോഗ കൗൺസിലിംഗും സൗജന്യ കഫ പരിശോധനയും ഉണ്ടായി. ആശുപത്രി ജീവനക്കാർക്കും അൽഷിഫ കോളേജ് വിദ്യാർത്ഥികൾക്കും TB ഹെൽത്ത് വിസിറ്റർ മുഹമ്മദ് മൂസിൻ KV ബോധവൽക്കരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. STS സാദിഖ് അലി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സെന്തിൽ കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ CITU പാലക്കാട് ജില്ലാ കൺവെൻഷൻ പട്ടാമ്പി രാജൻ സ്മാരകത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് K. കുമാരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി VP ശങ്കരനാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ പട്ടാമ്പി ഏരിയ സെക്രട്ടറി KT അഷ്റഫ്, കൂറ്റനാട് ഏരിയ സെക്രട്ടറി PA ഉണ്ണികൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം M. അരവിന്ദൻ, കൂറ്റനാട് ഏരിയ പ്രസിഡന്റ് EK മുരളീധരൻ എന്നിവർ സംസാരിച്ചു. വരുമാനം കുറയുന്നു, ജീവിക്കാൻ വളരെ മാർഗമില്ലാത്ത അവസ്ഥ വരുന്നു. മറുഭാഗത്തോ വരുമാനം കുറയുന്നതിനനുസരിച്ച് സാധനങ്ങളുടെ വില കുറയുന്നില്ല, സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. സാധനങ്ങളുടെ വില കൂടുന്നതിന്റെ ഭാഗമായി ജീവിതഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവിതഭാരം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി പട്ടിണി ദുരിതവും വർദ്ധിച്ചു വരുന്നു. മണ്ണൂർ കൈമക്കുന്നത്തുകാവ് കൂത്തുതാലപ്പൊലി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, മേളം, വിശേഷാൽ പൂജകൾ. ഉച്ചയ്ക്ക് ശേഷം മണ്ണൂർ സ്വരൂപത്തിൽ നിന്നും ക്ഷേത്ര മൈതാനിയിലേക്ക് കുതിര എഴുന്നള്ളിപ്പ്. തുടർന്ന് 40ഓളം ദേശങ്ങളിൽ നിന്നും എത്തുന്ന കാള കുതിരവേലകൾ ക്ഷേത്രത്തിലെത്തി അണിനിരന്നു. വൈകിട്ട് 5-ന് മേളം തുടർന്ന് പഞ്ചവാദ്യം, നാദസ്വരം, സിംഗിൾ തായമ്പക, ഡബിൾ തായമ്പകയും ഉണ്ടായി. പുലർച്ചെ പഞ്ചവാദ്യം തുടർന്ന് കുതിര കാളകളിയോടെ താലപ്പൊലിക്ക് സമാപനമായി. വല്ലപ്പുഴ ഹെൽത്ത് ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭ ആദരായണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് KR സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു.
സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തരുകുലം മുഖ്യപ്രഭാഷണം നടത്തി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട ആലിക്കൽ അലി, മുഹമ്മദ് കുട്ടി, വി പി ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. വ്യത്യസ്ത മേഖലകളിലെ പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു. ഇനി വാണിജ്യ വാർത്തകൾ. ആഘോഷ നിമിഷങ്ങളെ വരവേൽക്കാൻ ലേഡീസ് വസ്ത്രങ്ങളുടെ പുത്തൻ വെറൈറ്റികളുമായി ഇബീസ ബോട്ടിക് ചെറുപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏറ്റവും പുതിയ പർദ കളക്ഷനുകളുമായി അലീസ പർദ മാളും ഒരുങ്ങിയിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ പർപ്പൂർ ബാവഹുദവി സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മാറുന്ന കാലത്തിന്റെ അഭിരുചി അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ലേഡീസ് വസ്ത്രങ്ങളുടെ പുത്തൻ ട്രെൻഡുകളുമായാണ് അതിവിപുലമായ ഷോറൂമിൽ ഇബീസ ബോട്ടിക് പ്രവർത്തനം ആരംഭിച്ചത്. അതോടൊപ്പം പർദ, അബായ, സ്യൂട്ട് പർദ, മഫ്ത, ഹിജാബ് തുടങ്ങിയവയുടെ വിപുലമായ കളക്ഷനുകളുമായി അലീസ പർദ മാളും പ്രവർത്തനം ആരംഭിച്ചു. ടൗണിൽ പട്ടാമ്പി റോഡിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ബുധനാഴ്ച രാവിലെ പർപ്പൂർ ബാവഹുദവി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എ ഹമീദ് വിശിഷ്ടാതിഥിയായി. സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന തരത്തിൽ ചെറുപ്പശ്ശേരിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഇബീസ ലേഡീസ് വെയറിൻ്റെ പുതിയ കളക്ഷനുമായി തുറന്നിരിക്കുകയാണ്. മണവാട്ടി ടെക്സ്റ്റൈൽസിൻ്റെ സഹോദര സ്ഥാപനമാണ് ഇബീസ ലേഡീസ് വെയർ. ഈ പെരുന്നാളും അതുപോലെ തന്നെ വിഷുവുമൊക്കെയായി സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് വലിയ രീതിയിൽ മാറ്റുകൂട്ടുന്ന തരത്തിലുള്ള സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട്. മുഴുവൻ കസ്റ്റമേഴ്സും ഈ കടയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇബീസ ലേഡീസ് വെയറിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. റംസാൻ, വിഷു ആഘോഷങ്ങൾക്കായി ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളാണ് ഇബീസ ബോട്ടിക്കിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഇഷ്ടവസ്ത്രങ്ങൾ മനസ്സിനിണങ്ങിയ രീതിയിൽ നിർമ്മിച്ചു തരാൻ പരിചയസമ്പന്നരുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് DCC ജനറൽ സെക്രട്ടറി ഷൊർണൂർ വിജയൻ കോൺഗ്രസ് വിട്ട് CPM-ൽ ചേർന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആത്മാർത്ഥതയില്ലാത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് ഷൊർണൂർ വിജയൻ. ചളവറയിൽ കാഞ്ഞിരപ്പുഴ കനാൽ വെള്ളം എത്തിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വെള്ളം തുറന്നുവിടാമെന്ന ഉറപ്പ് ഉദ്യോഗസ്ഥർ ലംഘിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മണ്ണാർക്കാട് 740.17 ഗ്രാം ആശിഷ് ഓയിലുമായി കല്ലേക്കാട് സ്വദേശി ലിബിനെ പോലീസ് റിമാൻഡ് ചെയ്തു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് അറസ്റ്റ്. ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഹൈസക് വർഗീസിനെതിരെ വധഭീഷണി വന്ന ഫോൺ നമ്പർ സഹിതം പോലീസിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരം നടത്തുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിമ്മി ജോർജ്. പ്രസിദ്ധമായ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം സമാപിച്ചു. വൈകിട്ട് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും അനുബന്ധ പൂരങ്ങളുടെ സംഗമവും പൂരപ്രേമികൾക്ക് ഉത്സവ കാഴ്ചയായി. മലപ്പുറം ജില്ലയിൽ ഡെങ്കിപ്പനി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക. ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.